ആരാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തെന്ന് പോലും സത്യം പറഞ്ഞാൽ സംശയിച്ചു. കാരണം ഗോകുലം ഗോപാലനാണ് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തത്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. എല്ലാവർക്കും വണക്കം. I'm not saying that I have a favorite cricket team. അങ്ങനെ ഫഫഫ വീണു. ജനപ്രിയ നായകനെ രക്ഷിക്കാൻ ലാലേട്ടനും ആയില്ല. ജനപ്രിയ നായകന്റെ ശക്തമായ ബോക്സ് ഓഫീസ് തിരിച്ചുവരവാകും സിനിമ എന്നായിരുന്നു ആരാധക പ്രതീക്ഷ. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റമുക്തനായ ശേഷമുള്ള ദിലീപ് സിനിമ ആയതിനാൽ തന്നെ ചിത്രത്തിന് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. വൻപിച്ച വരവേൽപ്പാണ് ആരാധകർ നൽകിയത്. ലാലേട്ടന്റെ അതിഥി വേഷവും വൻ ഹൈപ്പ് കൂട്ടിയിരുന്നു. ബുക്ക് മൈ ഷോയിൽ 1 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ആദ്യ ദിനം തന്നെ വിറ്റുപോയത്. 7 കോടിയോളം കളക്ഷനും വന്നിരുന്നു. എന്നാൽ റിലീസിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച വെറും 68,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 50 കോടിയോളം മുതൽ മുടക്കിൽ വന്ന സിനിമയാണ്. ഇതിനോടൊക്കെ നേടിയത് 35 കോടി എന്നാണ് റിപ്പോർട്ട്. സിനിമ വിജയമാകണമെങ്കിൽ 70 കോടിയെങ്കിലും കളക്ഷൻ വരണം. എന്നാൽ ഇങ്ങനെ പോയാൽ 50 കോടി കളക്ഷൻ പോലും സ്വപ്നമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായ ലോകയുടെ റെക്കോർഡുകളൊക്കെ തകർക്കുമെന്ന് പറഞ്ഞു വന്ന സിനിമയാണ്. എന്നാൽ റിലീസ് ചെയ്ത് ആദ്യ വാരം തന്നെ മൂക്കും കുത്തി വീണ് ഫഫഫ. അതേസമയം സിനിമയിലെ ചില രംഗങ്ങൾക്ക് കടുത്ത വിമർശനവും നേരിടേണ്ടി വരുന്നുണ്ട്. നടിയെ ആക്രമിച്ച സംഭവത്തെ ചിത്രത്തിൽ പരോക്ഷമായി പരിഹസിക്കുന്നുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കൂടാതെ ദിലീപിനെതിരെ കേസ് വന്ന സമയത്ത് നടൻ പൃഥ്വിരാജ് നടത്തിയ പ്രതികരണത്തെയും ചിത്രത്തിൽ പരിഹസിക്കുന്നതായി വിമർശനമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടന്റെ അതിഥി വേഷത്തിനോ വിജയ് സിനിമകളുടെ റെഫറൻസുകൾക്കോ ഒന്നും തന്നെ സിനിമയെ രക്ഷിക്കാനായിട്ടില്ല. ജനപ്രിയ നായകന്റെ തിരിച്ചുവരവിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും.